മാമ്പഴക്കാലായാൽ പിന്നെ മാമ്പഴപ്പുളിശ്ശേരി ഇല്ലാതെ എന്ത് ഊണ്. ആദ്യം തീ കത്തിച്ച് ചട്ടിയിൽ വെള്ളം ചൂടാക്കി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളയ്ക്കുന്ന സമയം കൊണ്ട് മാങ്ങാക്കുട്ടന്മാരുടെ ഉടുപ്പുകളെല്ലാം ഊരിയെടുക്കാം. അപ്പോഴേക്കും അവർക്ക് നീരാടാനുള്ള വെള്ളം തിളച്ച് കാണും. ആദ്യം 1 സ്പൂൺ എണ്ണയൊഴിച്ച് മാങ്ങാക്കുട്ടന്മാരെ നീരാടാൻ വിടാം. മാങ്ങാക്കുട്ടന്മാർ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ നുറുങ്ങുവിദ്യ. അവരവിടെ കിടന്ന് നീന്തി തുടിക്കട്ടെ. അധികം മൂക്കാത്ത നാളികേരം ചിരകിയതും 3-4 അല്ലി വെളുത്തുള്ളിയും 2-3 പച്ചമുളകും 1/2 സ്പൂൺ ജീരകവും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. മാങ്ങാക്കുട്ടന്മാരുടെ നീരാട്ട് പകുതിയായി. പച്ചമുളക് ഇടാൻ മറന്നു, എന്നാലും നടുവേ പിളർന്ന് 2 കിടക്കട്ടെ. മധുരക്കുറവുള്ള മാങ്ങാക്കുട്ടന്മാരാണെങ്കിൽ അല്പം പഞ്ചസാര ചേർക്കാം. ശേഷം അരച്ച മിശ്രിതം ചട്ടിയിൽ പകരാം. തിളച്ചു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള തൈര് ചേർക്കാം. ഇനി തിളയ്ക്കണ്ട കേട്ടോ, അതിനു മുന്നേ ചട്ടി വാങ്ങാം. താളിക്കലാണ് അടുത്ത കടമ്പ. വഴക്കാളിക്കുട്ടന്മാരായ കടുകിനെ ചൂടായ എണ്ണയിലേക്കിട്ട് പൊട്ടിയ ശേഷം ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നീട് മാങ്ങാക്കുട്ടന്മാരുടെ കറിക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആഹാ, എന്താ മണം! അപ്പൊ ചോറെടുക്കല്ലേ. അപ്പോൾ ഇന്നത്തെ മാമ്പഴപ്പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പുതിയൊരു വിഭവമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോസ് അയച്ചു കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.